हाथ मत लगाना साले, आगे निकल। ये मल्लू सिंह का बगन की प्रॉब्लम है। अगर मल्लू सिंह ने माफ किया तो भी पप्पन माफ नहीं करेगा। छोड़ो यार, मल्लू सिंह की बहन मेरी भी बहन है, लेकिन एक मलयाली पे हाथ उठाए तो मार डालूंगा साले। चल साले തോടല്ല പറഞ്ഞ ഇയാള് മലയാളിയോ? ദൈവമേ, ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നില്ലേ? ഇവരെന്തിനാ ഇടിക്കുന്നത്? अरे पप्पन छोड़ यार, छोड़। अरे സാലേ, എന്റെ സ്വഭാവം എനിക്കറിയില്ല. ഒന്നോളെ ഞാൻ छोड़ दो। നീ ചെവി നുള്ളിക്കോ. മല്ലു സിംഗിന്റെ പെങ്ങളെ നീ പ്യാരി എന്ന് വിളിച്ചത്. ഈ മല്ലു സ്ട്രീറ്റിൽ നിന്നെ കണ്ടാൽ ഈ പപ്പൻ ആരാണെന്ന് നീ അറിയും. ചേട്ടാ, ഈ പ്യാരി എന്ന് പറഞ്ഞ തെറിയ വൈകിട്ട് എന്താ പരിപാടി? നീ വാങ്ങോ? ഇന്നലെ ഞാൻ വാങ്ങി മോന്തിയതല്ലേ, ഇന്ന് നീ വാങ്ങ്. തൽക്കാലം നമുക്ക് നിവിനെ സൈസാക്കാം. മലയാളികളുടെ പേരുകളായിരുന്നല്ലോ. വൈകിട്ട് നേരത്തെ വാടാ തെണ്ടി. ഓക്കേ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. സോഡ അത് നീ ഓർത്തോണം. തെണ്ടി. ഓക്കേ, ഇനി ഒരാളും ഇവനെ തൊട്ടുപോകരുത്. ഇവൻ എന്റെ ആള്. അയാള് പേടിച്ചു പോയിട്ടോ. ഇവിടെ എല്ലാവർക്കും എന്നെ ഭയങ്കര പേടിയാ. ഞാൻ അനിയൻ. അനിയനോ? ആരുടെ അനിയൻ? എനിക്ക് അനിയനൊന്നുമില്ല, ഞാൻ ഒറ്റ മോനാ, പിന്നെ 2 ചേട്ടന്മാർ. അതല്ല, എന്റെ പേരാ പറഞ്ഞ അനിയൻ. നിനക്ക് മല്ലു സ്ട്രീറ്റിൽ കാര്യം? ഞാൻ നാട്ടിലൊരു ഹരിയെ അന്വേഷിച്ചു വന്നതാ. ഹരിയോ? ബാബുരേ, അവിടെ ഉണ്ടോ? അവിടെ ഇല്ല. എന്തെങ്കിലും ആരെങ്കിലും അന്വേഷിച്ചു വരുമെന്ന് എനിക്കറിയാം. എന്താ വൈകിയത്? ട്രെയിൻ ലേറ്റ് ആയതാ. എടുത്തോളൂ. എന്ത് എടുത്തോളൂ? ഞാനാ എടുക്കല്ലേ? സത്യം പറഞ്ഞ ലോകത്തൊരു മലയാളിയും കഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ ധൈര്യമായിട്ട് വന്നോളൂ. നമസ്കാരം. ഹലോ, വെറുതെ കുനിയണ്ട, എന്നോടാ. ഞാൻ മൊത്തത്തിൽ ഭയങ്കര സംഭവമാണ് ഇവിടെ, അതുകൊണ്ടാ. ഇറക്കി വെച്ചോളൂ, സൂക്ഷിച്ചു. ഭയ്യാ, ആരെങ്കിലും ഒന്ന് പതുക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാതെ. എന്റെ കടയാ, പാലിന്റെ മൊത്ത വിതരണ സംഭരണശാല. ഏയ് ഹരിദ്ര, എന്റെ പ്രജകളാ. എന്ത് ചോദിച്ചാൽ അപ്പ മറുപടി പറയും. ബഹുമാനം കൊണ്ടാ, അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാറേ ഇല്ല. നടന്നോളൂ. ഈ കാണുന്ന പശുക്കളൊക്കെ എന്റെ. ശരിക്കും ഞാനൊരു പ്രസ്ഥാനാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളൂ. എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പശുക്കൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാ. ഹരി എന്നല്ലേ പേര് പറഞ്ഞ? അല്ല, അനി. അയ്യോ, അനിന്ന് എന്റെ പേരാ. ഹരി. എന്താണ് മോനെ ഹരി? ഇത്രയും കാലം ഞാൻ കാത്തിരുന്ന നിന്റെ ചേട്ടൻ വന്നടാ. അല്ല ചേട്ടാ, അയ്യോ ചേട്ടാ, അയ്യോ ചക്കരേ, അയ്യോ ചേട്ടാ, സുഖല്ലേ ചേട്ടാ? ഏതച്ഛൻ ഏതമ്മ മാറിക്കട. ഇത് ഹരിയല്ല. നീ ഹരിയല്ലേ? പിന്നെന്താ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആരോരും ഇല്ലാത്ത ഒരുത്തനല്ലേ എന്ന് വിചാരിച്ച് തീറ്റിപ്പോറ്റി വളർത്തിയതാ ഞാൻ. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞാട്ടല്ലോ, ചവിട്ടി കൂട്ടി ഞാൻ. എന്റെ പൊന്നു ചേട്ടാ, ഇത് ഹരിയല്ല. ഹരിയല്ലേ? ചായ ഉണ്ടല്ലോ, ഇത്രയൊക്കെ മതി. ഇത് തന്നെ നിന്റെ അനിയൻ. സത്യമായിട്ടും ഈ ഹരിയല്ല, ഇവിടെ വേറെ ഹരിയില്ലേ? വേറെ ഹരിയോ? ഇവനെന്താണ് ഒരു കുറവ്? ഇവൻ 4 നേരം വെട്ടി വീഴണ നീ കണ്ടിട്ടില്ലല്ലോ. ഇവിടുത്തെ പശുവിന് 1 കെട്ട് പുല്ല് മതി, ഈ തെണ്ടിക്ക് 4 കെട്ട് ബീഡി വേണം ഒരു ദിവസം. ഇവന് വേണ്ടി ഞാൻ ഇത്രയും കാലം ചെലവാക്കിയ കാശ് ഇവിടെ വെച്ചിട്ട് പോയാ മതി. ഇവനെയും കൊണ്ട് കെട്ടിപ്പിടിക്കണം. പിടിച്ചു വിട്ടു. അണ്ണൻ പറഞ്ഞത് കേട്ടല്ലോ. എന്ത്? ഫുൾ സെറ്റിലായിട്ട് പോയാ മതി. നിന്നെ ഞാൻ ഇന്ന് പശുക്കളും സമ്മതിക്കില്ലേ? മാനസമൈനെ വരൂ, മധുരം നുള്ളി തരൂ, അരുമ പൂവാടിയിൽ. മതിടാ പരിക്കുട്ടി, ഞാൻ പാടും. പാടി പാടി നെഞ്ചു പൊട്ടിച്ചാകും. പെണ്ണ് പറ്റിക്കാത്ത ഏതെങ്കിലും കാമുകന്മാർ ഈ ലോകത്തുണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിനക്കറിയോ, എന്റെ അമ്മുവിന്റെ അച്ഛൻ പറഞ്ഞു, പെട്ടി നിറയെ കാശുള്ളവരെ അമ്മുവിനെ കെട്ടിച്ചു തരൂന്ന്.
ആ വാശിക്ക് ഒരു വലിയ പെട്ടിയും പണിയായി കൊടുത്തോണ്ട് നാട് വിട്ടവനാ ഞാൻ. കാശുണ്ടാക്കാൻ ഈ പഞ്ചാബികൾ താടിയും മുടിയും നീട്ടി വളർത്തുന്നത് കണ്ടിട്ടാ ബാർബർ പണിക്ക് ഇങ്ങോട്ട് വണ്ടി കയറി. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് ജന്മം ചെയ്ത യുവന്മാര് താടിയും മുടിയും വടിക്കില്ലാന്ന്. പട്ടിണിയും പരുവട്ടായി തിരിച്ച് നാട്ടിൽ ചെന്നപ്പോ ആ ഗ്യാപ്പിൽ അമ്മ വേറൊരുത്തനെ കെട്ടി. അങ്ങനെ അമ്മുവുമായിട്ടുള്ള ജീവിതം പൊട്ടി. ഇവിടെ ഇപ്പൊ പൊട്ടിയ ടയർ ഒട്ടിച്ച് കഴിയുന്നു. പഞ്ചർ കട. നീ എന്തിനാ തലൂത്തി നിൽക്കുന്ന? അവിടെ ഇരിക്കേ. മോനിരിക്കെ, എപ്പോഴും വീഴാറില്ല. ഇതൊക്കെ സർവ്വസാധാരണമാണ്. മിണ്ടായില്ല. നീ മിണ്ടരുത്. നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും. ഓക്കെ? ഇവനുണ്ടല്ലോ ഈ കാർത്തികേയൻ, 6 കൊല്ലം മുമ്പ് നാട്ടിലെന്തോ കിടുമണി ഒപ്പിച്ച് ഇവിടെ വന്നതാ. കോടീശ്വരൻ. അരിപ്പ പോലത്തെ ഒരു ജട്ടിയും ഒരു പിഞ്ഞിയ കൈലി. അതായിരുന്നു പുള്ളിക്കാരന്റെ അന്നത്തെ സമ്പാദ്യം. അന്നത്തെ അരിപ്പയുടെ അവസ്ഥ കണ്ട് ഈ എരപ്പയെ മല്ലു സിംഗ് കൂടെ നിർത്തിയതാ. പപ്പനെ പോലെ തന്നെ മല്ലുവിന്റെ വലങ്കയായിരുന്നു ഇവനും. എന്നിട്ട് ഈ തെണ്ടി കാണിച്ചത് എന്താന്നറിയോ? മല്ലുവിന്റെ മൂത്ത പെങ്ങളെ കേറി അങ്ങ് പ്രണയിച്ചു. മല്ലുവിന് സ്പോട്ടിൽ ചവിട്ടി എടുത്ത് വെളിയിൽ കളഞ്ഞു. മോനെ, അനിമോനെ, എന്നെ നോക്കി. ഞാൻ നല്ല ഗ്ലാമർ അല്ലേടാ? എനിക്ക് എന്താടാ ഒരു കുറവ്? അന്ന് ഇച്ചിരി കറുത്തായിരുന്നു. അതൊരു തെറ്റാണോ? ആ ഒറ്റ കാരണം കൊണ്ട് ആ മല്ലുത്തണ്ടി അവന്റെ വെളുത്ത പെങ്ങളെ എനിക്ക് തരാണ്ടിരുന്നത്. മോനെ, നീ കേക്കണം. ആ മല്ലു പബ്ലിക്കായിട്ട് പറഞ്ഞാളാ അവന്റെ പെങ്ങളെ വെളുത്ത ഒരാൾക്ക് മാത്രമേ കൊടുക്കൂ. നിനക്കറിയോ? അതുകൊണ്ട് 1 കിലോ ഫെയർ ആൻഡ് ലവ്ലി ഞാൻ ഒരു ദിവസം തേക്കണേ. കുറച്ചൊക്കെ തിന്നുകയും ചെയ്യും. എനിക്കിപ്പോ സൂര്യനെ പേടിയാടാ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാധനം ചുമന്നുകൊണ്ട് നടക്കണേ. നീ കള്ളു ഷാപ്പിൽ കയറുന്ന പോലെ തലയിൽ മുണ്ടിട്ട് പതുങ്ങി വരുന്നത് ഇതാരെ പേടിച്ചു? മല്ലുവിനെ അല്ലാതാരെയാ? എടാ, ഞാൻ ഇപ്പോഴും ഈ വൃത്തികെട്ടവന്റെ കൂടെയാന്ന് പറഞ്ഞ അവന്റെ നട്ടല് ചവിട്ടി ഓടിക്കും. അതാ മോനെ, നീ പേടിക്കണ്ടടാ. ഇവൻ പ്രശ്നക്കാരൊന്നുമല്ല, നമ്മുടെ കമ്പനിയാ. ഇവൻ പ്രശ്നക്കാരനാകും. മല്ലുവിന്റെ പെങ്ങന്മാരാരെങ്കിലും നോക്കിയെന്നറിഞ്ഞു. ആരാടാ മല്ലുവിന്റെ പെങ്ങന്മാരെ നോക്കിയത്? ഞാനൊന്നുമല്ല. ഞാൻ ഇവനൊരു താക്കീത് കൊടുത്തോ. അതും മാത്രം ഞാൻ സഹിക്കില്ല. മല്ലുവിന്റെ പെങ്ങന്മാർ എന്റെയും പെങ്ങന്മാരാ. നിനക്ക് അടിക്കണം? അടിക്കും. മല്ലുവിന്റെ പെങ്ങന്മാരെ ആര് നോക്കിയാലും ഞാൻ അടിക്കും. അതല്ലടാ, സ്മോൾ അടിക്കണോ? അതും ഞാൻ അടിക്കും. അത്ര അടിക്കണ്ട, കുറച്ച്. ഇവൻ ഇത്തിക്കണിയാണോടാ? ഏയ് ഹനുമാൻ, ഹനുമോൻ ഒരു അരി അന്വേഷിച്ചു വന്ന. ഏതേരി? നിന്റെ ബീഡി പയ്യനാ? ആശവൊന്നുമല്ല, ഹരീന്ദർ സിംഗ്. എന്തിന്? അത് പറയാ, നീ അടി. നീ പറയുന്ന ഹരി നാട്ടിലാരായിരുന്നു? ആരായിരുന്നു എന്നല്ല, ആരായിരുന്നില്ല എന്ന് ചോദിക്കുന്നതാ ശരി. ഹരി നാട്ടിലെല്ലാമായിരുന്നു. എങ്ങനെയുണ്ട് കണ്ടക്കൂര? കാര്യങ്ങള് ഉഷാറല്ലേ? അത് പിന്നെ പറയാനുണ്ട വല്യമ്പാട്ട കൊയ്ത്ത് എന്നാ മോശമായിട്ടുള്ളേ. കൊച്ചമ്പ്രാൻ എത്തിയില്ലല്ലോ. അവൻ ഇപ്പൊ വരാനോ? നെല്ല് മുഴുങ്ങി കുത്തി അരിയാക്കി അടുപ്പത്ത് ചോറ് തിളയ്ക്കുമ്പോ വരും ഞെളിഞ്ഞിരുന്ന് ഉണ്ണാൻ. അതാവുമ്പോ മേലനങ്ങണ്ടല്ലോ. ഈ വല്യമ്പ്രാനും കൊച്ചമ്പ്രാനും ചേരൂലല്ലോ. കീരും പാമ്പും പോലെയാണ്. എന്താണേലും കൊച്ചമ്പ്രാൻ ഉണ്ടെങ്കിലേ കൊയ്ത്തൊന്ന് കൊഴുക്കുള്ളൂ. ഇനിയിപ്പോ സമയം തെറ്റിക്കണ്ട, നമുക്കൊക്കെ തുടങ്ങാം. രാഘവന്നാരെ, കൊയ്ത്തിനിറങ്ങാൻ വരട്ടെ. ചെറുപറമ്പത്തുകാരുടെ വീതം കൊയ്യാൻ അതിന് അവകാശപ്പെട്ടവർ വേറെയുണ്ട്. ഓഹോ, ദാ ഇവര് വേണമെങ്കിൽ ഒരു ഓഹരി അരിക്കും കൊടുത്തേക്കാം. ഒന്നുമില്ലെങ്കിൽ രക്തബന്ധമായി പോയല്ലോ. ഇത് ഇവരുടെ അവകാശമാ. ഇവരുടെ അവകാശം? എന്തവകാശം? ഇത്രയും കാലം കൊയ്യിച്ചത് രാഘവൻ നായരാണെങ്കിൽ ഇനി അത് തന്നെ നടക്കും. ഈ പാടത്തെ വിത്തിറക്കിയത് ഞാനാ. അത് കൊയ്യിക്കാനും എനിക്കറിയാം. ഇത്രയും കാലം വിത്തിറക്കേണ്ട കഥയൊന്നും താൻ പറയണ്ട. ഹരിയുടെ തണ്ട, അതായത് എന്റെ അനിയൻ, വെളിവില്ലാതെ മരണക്കിടക്കെ കിടന്നപ്പോ തനിക്കെഴുതി തന്ന പവർ ഓഫ് അറ്റോർണിയുടെ ഒറ്റ ബലത്തിലാ ഈ കാണുന്ന മുതലൊക്കെ ഇത്രയും നാളും പിടുങ്ങി വെച്ച് അനുഭവിച്ചത്. ഇനി മതി, കാലം മാറിപ്പോയി രാഘവൻ നായരെ. പിള്ളേരൊക്കെ ഒരുപാട് അങ്ങ് വളർന്നു. ദാ കണ്ടോ, യുവമാരും മതം പൊട്ടിയാ നിക്കണേ. ആണോ? എന്റെ ഗോവിന്ദ മാമേ, ഈ മതം പൊട്ടി നിക്കണ ആനയും കൊണ്ടാണോ കൊയ്ത്ത് കാണാൻ വന്നേക്കണേ? അല്ലെന്നാണ് വാശാനെ. ഈ പിടിയാനയ്ക്ക് മതം പൊട്ടുവോ? അത് പിന്നെ ഈ മതം പൊട്ടാനുള്ളതാണല്ലോ. ഇത് പക്ഷെ കുരു പൊട്ടിയതാ. അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ കുരയ്ക്കുള്ളൂ, കടിക്കില്ല.
അച്ഛൻ അതങ്ങോട്ട് മൂപ്പന് കൊടുക്കുക, സമയം തെറ്റിക്കണ്ട. മോനെ ഹരി, നിനക്ക് അവകാശപ്പെട്ട മുതലാ അയാൾ വെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്നത്. അത് ചോദിക്കാനാ നിന്റെ ഈ കൂടപ്പിറപ്പുകൾ വന്നിരിക്കുന്നത്. അറിയാലോ, ഒറ്റ ചോരയാ നിങ്ങള്. അറിയാം. പക്ഷെ അവന്മാർ ഈ ചെറ്റ പൊക്കാനും അതിരുമാന്താനായിട്ട് പെറപ്പേട് കാണിക്കുമ്പോഴേ ഞാനതങ്ങ് മറക്കുന്നത്. ഇനിയെങ്കിലും ഇവന്മാർക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ ചത്ത് കഴിയുമ്പോഴേ വായ്ക്കരിയുടെ ആളില്ലാണ്ട് വരും. ആട്ടും തുപ്പും കൊണ്ടൊരു പട്ടിയെ പോലെ നീ ഇയാളെ കാൽ ചവിട്ടി കിടന്നോ, ഒരു ദിവസം നിന്നെ ഇയാളെ ചവിട്ടി പുറത്താക്കും. നോക്കിക്കോ. മനസ്സേകാഗ്രമായിരിക്കണം, എങ്കിലേ നീക്കങ്ങൾ ഗണിക്കാൻ പറ്റൂ. കളിയിലായാലും ജീവിതത്തിലായാലും. നിന്റെയൊക്കെ ചോരത്തിളപ്പുള്ള പ്രായത്തില് ഞാൻ വെട്ടിപ്പിടിച്ചതാ ഈ കാണുന്നതൊക്കെ. ഇപ്പൊ പലതും കാണുമ്പോ നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? വല്യമ്പാട്ടെ രാഘവൻ നായർ വെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്നത് 1-2 ഏക്കറല്ല, 100 ചില്ലുവാനും ഏക്കറാ. മറ്റു വസ്തുവകകൾ വേറെ. നേരെ വാ നേരെ പോന്ന് പറഞ്ഞിരുന്ന നിനക്കൊന്നും ഒരു തുണ്ട് ഭൂമി പോലും കിട്ടില്ല. ആകെ അതിന് അവകാശം ആ ഹരിക്ക് മാത്രമേ ഉള്ളൂ. ആ ഭൂമി നിനക്കൊക്കെ വീതിച്ചെടുക്കാം. അതിന് കളി ഒന്നേ ഉള്ളൂ, തീർക്കണം രണ്ടിനെയും, അമ്മാവനെയും മരുമകനെയും. എന്നിട്ട് കർമ്മം ചെയ്യേ, ആത്മശാന്തിക്ക്. അതിനുള്ള അവകാശമുണ്ട്. അനന്തരാവകാശികളല്ലേ. രക്തബന്ധമാവുമ്പോ ചിലപ്പോ കൈവിറയ്ക്കും. ഈ കൈ വിറച്ചിട്ടില്ല. ഹരിയുടെ തന്തയെ, എന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ ഈ കൈ കൊണ്ട് തീർത്തു കളഞ്ഞപ്പോ പോലും. പക്ഷേ അന്നൊരബദ്ധം പറ്റി, ഹരിയെ ബാക്കി വെച്ചത്. ഇന്ന് ഞാനതിൽ പശ്ചാത്തപിക്കുക. ആ വിഷമം ഇനി അച്ഛന് വേണ്ട, തീർത്തോളാം രണ്ടിനെയും. മോനെ, 1/2 കിലോ പഞ്ചസാര എടുത്തോ. അരി 1/2 കിലോ പഞ്ചസാര എടുത്തു കൊടുക്കും. എങ്ങനെ? 1/2 കിലോ പഞ്ചസാര എടുത്തു കൊടുക്കാൻ. 1/2 കിലോ പഞ്ചസാര. അതെ, 1.5 കിലോ ഉണ്ട്. 1/2 കിലോയുടെ കാശ് എനിക്ക് തന്നാ മതി. വാസുവേട്ടൻ 1/2 കിലോ പഞ്ചസാര പറ്റ്. ഇവനെന്താ പതിവില്ലാതെ ഇവിടെ കിടന്ന് കറങ്ങണേ? ഹരിക്ക് കുറച്ച് കാശ്. ആഹാ, എന്തിനാണാവോ? പുതിയ ബിസിനസ് തുടങ്ങാനാ. എത്ര വേണ്ടി വരും? എത്ര? 10. ഒരു 10 രൂപ പോരാതെ വരുമോ? അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. കാശ് ഞാൻ തരില്ല. ബിസിനസ് ചെയ്യാൻ പോണു. ഇനി എന്ത് ബിസിനസ്സാണ് നീ ചെയ്യാൻ ബാക്കിയുള്ളത്? അള്ളു വെച്ചോടോ. നീ ആ ഡിഗ്രി എടുത്ത് കക്ഷത്ത് വെച്ച് നടന്നോ? എന്തെങ്കിലും ഒരു പണി കിട്ടിയാ അതിന് പോകൂ? അതുമില്ല. മേലനങ്ങാൻ പറ്റില്ല, അത് തന്നെ. ബിസിനസ് ചെയ്യാൻ നടക്കണം. എടാ, നിന്റെ പ്രായം തന്നെയല്ലേ അവനും. നീ അവനെ കണ്ടു പഠിക്ക്. 10 ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂങ്കിലും നന്നായിട്ട് പൊതി കെട്ടാനെങ്കിലും അറിയാം. നിനക്കോ? നിന്നെയൊക്കെ ഡിഗ്രി വരെ പഠിപ്പിച്ചതാടാ ഞാൻ ചെയ്ത തെറ്റ്. മനുഷ്യനെ മെനക്കെടുത്താൻ നടക്കണം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഞാൻ ആ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊള്ളാം കേട്ടോ. ശരി. പിന്നെ ഇവന്റെ മേലെ ഒരു കണ്ണു വേണേ. ഓ, ബിസിനസ്സുകാരൻ. എടാ, നിന്റെ തന്തയ്ക്ക് പ്രാന്താണ്. കാശിന് വിവരം ഉണ്ടോ അങ്ങേർക്ക്? പോയി കഴിയുമ്പോ മൊത്തം ഡയലോഗാ. നീ ഇത് കൊണ്ടെങ്ങോട്ടാ? മറച്ചു വെക്കാൻ. നിന്റെ തന്തയോട് മര്യാദയ്ക്ക് കാശ് ചോദിച്ചാൽ തരില്ലല്ലോ. അപ്പൊ ഇതേ ഉള്ളു മാർഗം. എനിക്കും വേണ്ട ചെലവിന് കാശ്. അച്ഛൻ പിടിക്കൂട്ടോ. വേണ്ടേ, ഞാൻ തന്നെ പിടിച്ചോളാം. ചോരത്തിന്റെ ലക്ഷ്മി. എങ്ങനെ പോവാ? ഞാൻ ഈ സഹകരണ സംഘം വരെ ഒന്ന് പോവാ. ഒരു ലോൺ കൊടുക്കണ്ടെന്ന് കേട്ടു. ഈ മോട്ടറിന്റെ. സഹകരണ സംഘത്തിൽ നിന്നല്ലേ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് വികലാംഗർക്കാ. ആരെങ്കിലും തല്ലി കയ്യും കാലും ഒടിച്ചാ കിട്ടും. അത് നിന്റെ അച്ഛന് വാങ്ങിച്ചു കൊടുക്കട്ടാ. പോടാ അവിടുന്ന്. അനിക്കൂടാ, ഒന്ന് മാറിയടാ. ഞാൻ കറക്കാം. എങ്ങനെ?
കണ്ടപ്പോ ഒരു കൊതി. മുലയ്ക്ക് പിടിച്ച് നിന്റെ അത്രയും പരിചയമില്ല. ഞാനൊന്ന് നോക്കട്ടാ. മാറും ഗോമാതാവേ. പശുവാട്ടോ. അയ്യോ എന്തിനാ ഹരിയായിട്ട് അറിയാത്ത പണിക്ക് പോയത്? കറന്നു വെച്ച പാലും പോയി. ഇനി അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും, നോക്കിക്കോ. ആർക്കായാലും ഒരു മോഹം ഉണ്ടാവില്ലേടി? എന്ത്? എന്തിന്? പശുവിനെ കറക്കാനേ. ഇവിടെ കറക്കിക്കൊണ്ടിരുന്നോ? അറിഞ്ഞോ, നാളെ എന്നെ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ട്. അച്ഛൻ നാണു അശ്വനോട് പറയുന്നത് കേട്ടതാ. വലിയ തറവാട്ടുകാരാണത്ര. നല്ല ജോലി, കാണാനും സുന്ദരൻ. പിന്നെന്ത് വേണം? കെട്ടടി നീ. ആ, അത് തന്നെയാ നല്ലതെന്നാ എനിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മൂത്ത് നിറച്ച് പോവേള്ളൂ. ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ വിഷമിക്കണേ? നമ്മളീ കല്യാണം കലക്കുണ്ടാ. അതല്ല, ഈ കല്യാണാലോചന എങ്ങനെ? ഞാൻ വഴി പറഞ്ഞു വരാം. ഭയങ്കര ബുദ്ധിയില്ല എനിക്ക്. നല്ല വീട്, വെറുതെ ആലോചന മുടക്കണോടാ. എങ്ങനെ? വെള്ളയുടുപ്പും കണ്ണാടി, കണ്ടിട്ടൊരു മാഷിന്റെ ലുക്കുണ്ട്. ആരാ? മനസ്സിലായില്ല. ഞങ്ങൾക്കും. നിങ്ങൾക്കാരെയാ കാണേണ്ടത്? തുടങ്ങിക്കോ. ഈ ഗംഗാധരൻ മാഷ്. അത് ഞാൻ തന്നെയാ. വരൂ, ഇങ്ങോട്ടിരിക്കാം. വരൂ, ഇങ്ങോട്ടിരിക്കാന്ന്. ഓ, ഐശ്വര്യമായിട്ട് മുടക്കിട്ട് വരാം. മാഷോടെ ഇരുന്നോളൂ. ഇരുന്നോളൂ. ഹൈ, ഇരുന്നോളൂ. ഈ റിട്ടയറായ ഗംഗാധര മാഷ് തന്നെ അല്ലേ? അതെ. വേണുവിന്റെ അച്ഛൻ? അതെ. ഭാര്യ ഇപ്പോഴും ഗോമതിയമ്മ തന്നെ അല്ലേ? അതെയല്ലോ. നിങ്ങൾക്ക് എന്താ കുട്ടികളെ വേണ്ടത്? വീടും ആളും മാറിപ്പോയില്ലെന്ന് ഉറപ്പുവരുത്താനാ. വന്ന കാര്യം പറഞ്ഞില്ല. വന്ന കാര്യം പറഞ്ഞില്ല. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ചളാക്കല്ലേ, കാര്യം പറ. ഞാൻ വിനു, ഇത് സുഖു. അങ്ങ് മണ്ണാന്തൊടിയിലെ വീടേ. അതെ. ഗംഗാധരൻ മാഷ് വിചാരിച്ചാൽ 2 ആത്മഹത്യ ഒഴിവാക്കാം. മനസ്സിലായില്ല. മനസ്സിലായില്ല. ഞാൻ സുഖു, അങ്ങ് മണ്ണാന്തൊടിയിലെ വീടേ. അത് പറഞ്ഞല്ലോ. അത് പറഞ്ഞല്ലോ. മാഷിന്റെ മോൻ കല്യാണം കഴിക്കാൻ പോണ അശ്വതിയുമായി ഞാൻ അഗാധമായ പ്രണയത്തിലാണ്. എന്തും സംഭവിക്കാം. ദുർബലനാണ് മാഷേ, എന്തും ചെയ്തു പോകും. അരുത് കുട്ടി, അവിവേകം കാണിക്കരുത്. എന്തിനും ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ. ആലോചനയുമായി ചെന്നു എന്നുള്ളത് ശരിയാ, പക്ഷെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കരുത്, അപേക്ഷയാണ്. അപേക്ഷയാണ് മാഷേ, അപേക്ഷയാണ്. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് വാടാ. ശരി സുഖു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഇനി ഇതേപോലെ ബുദ്ധി വേണ്ട കാര്യങ്ങൾ നീ എന്നോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. കൊന്നുകളയി ഞാൻ. സ്വന്തം പെങ്ങടെ കല്യാണം മുടക്കാൻ പോയേക്കണു. പെങ്ങളെ കെട്ടാൻ എന്ത് യോഗ്യതാടാ ഇവനുള്ളത്? നിന്റെ കൂടെ കളിച്ചു വളർന്നതോ? ആർക്ക് കൊടുത്താലും വേലയും കൂലിയില്ലാത്ത നിന്നെ പോലൊരുത്തിന് തരില്ല ഞാൻ എന്റെ മോളെ. പള്ളിമുറ്റത്ത് തോർത്ത് വിരിച്ചിരിക്കുന്ന തെണ്ടിക്കൊണ്ടല്ലോടാ പറയാനൊരു പണി. നിനക്കെന്താ ഉള്ളത്? എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? നിനക്കിനി വല്ല പുതിയ മനസ്സിൽ കയറിയിട്ടുണ്ടോടി? ഉണ്ടെങ്കിൽ അങ്ങ് മറന്നേക്കണം, അതാ എല്ലാവർക്കും നല്ലത്. ഇനി ഇവന്റെ കൂട്ടും കൂടി ഇതുപോലെ വല്ല പോക്കരുത്തരത്തിനും പോയിന്ന് ഞാൻ അറിഞ്ഞ പേട്ടി നുറുക്കിക്കളയും ഞാൻ. അവനൊന്നും പറയണ്ട, എല്ലാത്തിനും കാരണം ഞാൻ നിർബന്ധിച്ചിട്ടാവും വന്നത്. എന്തിനാണാവോ? ഇവക്ക് വേറെ കല്യാണാലോചന എന്ന് കേട്ടപ്പോ വിളിച്ചിറക്കിക്കൊണ്ട് പോവാനാ ആദ്യം തോന്നിയത്. പിന്നെ എന്താ വേണ്ടാന്ന് വെച്ചത്? വിളിച്ചിറക്കിക്കൊണ്ട് പോവായിരുന്നില്ലേ? നീ പോയില്ല, നിനക്കറിയാം. പോയ പാട്ടിണി കിടന്ന് ചാവൂന്ന്. എന്താ ഈ കാട്ടണത്? കുറച്ച് കാശ് വേണം. ഒരു ജോലി കിട്ടുന്നവരെ പട്ടിണി കിടക്കാൻ പറ്റില്ല. ഹരി, നീ എങ്ങനും പോണില്ല. തടയണ്ട, ഞാൻ തീരുമാനിച്ചു. നീ പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരും. നിന്റെ അച്ഛൻ പറഞ്ഞ യോഗ്യതകൾ നേടിക്കഴിയുമ്പോ അമ്മാവനോട് പറഞ്ഞേക്ക് ഈ പൈസക്ക് കണക്ക് വെച്ചോളാം. പലിശ സഹിതം തിരിച്ചു കൊടുത്തോളാം. എന്നാലും അത്രയും പറയണ്ടായിരുന്നു. ഒന്നുമില്ലേലും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ. എല്ലാം പറഞ്ഞതുപോലെ ഒരു തെളിവ് അവശേഷിപ്പിക്കരുത്. ഇന്ന് തന്നെ തീർക്കണം നായിന്റെ മോനെ. എന്നാ ശരി. നാണു, താൻ വെളുപ്പിന് എഴുന്നേറ്റ് പോര്. വെള്ളം തിരിക്കാൻ അനി വന്നോളൂ.
വേണ്ട, ഞാൻ ചെയ്തോളാം. നാളെ കടയിൽ പോകാനുള്ളതല്ലേ അനിക്കുട്ടന്. 100 ആയുസ്സാ അനിക്കുട്ടന്. എന്താടാ, എന്തു പറ്റി? ഹരി പോയി. പോവേ? എങ്ങിട്ട്? അറിയില്ല, ഇനി വരില്ല. എന്തിനാണ് അച്ഛ എല്ലാരും ഇങ്ങനെ വേദനിപ്പിക്കണേ? അതുകൊണ്ട് എന്ത് സുഖം അച്ഛനെ കിട്ടണേ? ഇനി ഇതെല്ലാം വെട്ടിപ്പിടിച്ച് സ്വന്തം മക്കൾക്ക് തരാനാണ് മോഹമെങ്കിൽ അച്ഛനെ തെറ്റി. ഹരിക്ക് അവകാശപ്പെട്ട ഒരു പിടി മണ്ണ് പോലും ഞങ്ങൾക്ക് വേണ്ട. നീയും അച്ഛൻ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? നിന്റെ അച്ഛൻ ആരെയും ചതിച്ചിട്ടില്ല. ഗോവിന്ദൻകുട്ടി പറയുന്നത് പോലെ എന്റെ കയ്യിൽ ഒരു പവർ ഓഫ് അറ്റോർണി ഇല്ല. ഈ കാണുന്നതെല്ലാം ഹരിയുടെയാണ്. ഞാൻ വെറും കാവൽപ്പട്ടി. അവൻ നന്നാവാൻ വേണ്ടി മാത്രമേ ഞാൻ ഓരോന്നും പറഞ്ഞിട്ടുള്ളൂ. ഈ കാണുന്നതൊക്കെ അവന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതൊന്നും അന്യാധീനപ്പെട്ടു പോകരുത് എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ അച്ചു, അവള് ഹരിക്കുള്ളതാ. അത് ഹരിയുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ ഞാൻ കൊടുത്ത വാക്കാ. മണ്ണ് വിറ്റ് എത്ര നാള് ജീവിക്കാൻ പറ്റും? അവനൊരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. അത്രേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവനിൽ ആ വാശി ഉണ്ടാക്കാനാ ഞാൻ ഓരോന്ന് പറയുന്നത്. നീ വിഷമിക്കണ്ടടാ, അവൻ എവിടെ പോവാനാ? ഞാൻ വിളിച്ച അവൻ വരും. നീയും അവനും എനിക്കും ഒരുപോലെയല്ലേ? വീട്ടിലേക്ക് ചെല്ല്. അവിടെ അമ്മ അച്ചു ഒറ്റയ്ക്കാ, അവര് പേടിക്കും. പൊയ്ക്കോ, ഞാൻ ഹരിയെ വിളിച്ചുകൊണ്ട് വരാം. പൊയ്ക്കോ. ഹരി, എടാ അവിടെ നിൽക്കാൻ. നിന്നോട് അവിടെ നിൽക്കാനാ പറഞ്ഞത്. എടാ അവിടെ നിൽക്കാൻ. ഹരി, എടാ നിന്നോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? എടാ വേണ്ട, ഞാൻ പറഞ്ഞ അനുസരിക്കില്ല നീ. എടാ ഞാൻ പറയുന്നത് കേൾക്കാൻ. ഇനി ഇതേപോലെ ഒരു അവസരം കിട്ടില്ല. ഒരുമിച്ച് തീർത്ത് കളയണം രണ്ടിനെയും. സ്വത്തിന് വേണ്ടി സ്വന്തം അമ്മാവനെ കൊന്നുകളഞ്ഞല്ലടാ. വെട്ടിക്കൊല്ലടാ ഈ നായിന്റെ മോനെ. ഹരിയെ പിന്നെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അത് ശരി. അപ്പൊ താൻ അച്ഛനെ കൊന്നോട് പ്രതികാരം ചെയ്യാൻ പേനാക്കത്തിയായിട്ട് ഇറങ്ങിയിരിക്കുക? എന്ത് പ്രതികാരം? കൊന്നു എന്നത് ഹരിയുടെ തോന്നല് മാത്രമായിരുന്നു. ഞങ്ങളുടെ എല്ലാം ജീവിതം ഇരട്ടിലാക്കിയ ഹരിയുടെ മാത്രം വിശ്വാസം. സത്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ തൃക്കണ്ണ് തുറന്നത് ഈശ്വരൻ തന്നെയാണ്. സ്വത്തിന് വേണ്ടി സ്വന്തം അമ്മാവനെ കൊന്നുകളഞ്ഞല്ലടാ. 7 വർഷങ്ങൾ പോലീസ്, കോടതി, വില കൊടുത്ത് അനന്തൻ മായ്ച്ചു കളഞ്ഞ തെളിവുകൾ കൊണ്ട്
കേസിൽ അവർ ജയിച്ചു. ഇതിനിടയിൽ ഹരിയെ തേടാത്ത സ്ഥലങ്ങളില്ല, തിരയാത്ത മുഖങ്ങളും. ഇനി വെറും 3 മാസം. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഹരിയെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ജീവിതം കൊണ്ട് എൻ്റെ അച്ഛൻ കാവലിൽ നിന്ന് ഹരിയുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടമാവും. ഹരിയുടെ ഒരു തരി മണ്ണ് പോലും ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ അച്ഛൻ പറഞ്ഞ യോഗ്യതകളുമായി എന്തെങ്കിലും തിരിച്ചെത്തുന്ന ഹരിയേയും കാത്ത് ഒരു പെങ്ങൾ എൻ്റെ വീട്ടിലുണ്ട്. അവൾക്ക് അവനെ വേണം. എനിക്കും. നീ പറയുന്നൊക്കെ സത്യമായിരിക്കും, പക്ഷെ നീ ഉദ്ദേശിക്കുന്ന ഹരിയല്ല ഹരീന്ദർ സിംഗ്. അതെ, മലയാളം പറയുമെങ്കിലും അയാൾ ഒരു സിഖുകാരനാണ്. അച്ഛൻ, അമ്മ, 4 സഹോദരിമാർ. ഹരീന്ദ്രന് ഒരു വലിയ കുടുംബമുണ്ട്. അയാൾ ജീവിക്കുന്നതിന് അവർക്ക് വേണ്ടിട്ടാ. പിന്നെ ആകെ ഒരു കുഴപ്പം, പെങ്ങന്മാരാരെങ്കിലും ഒന്ന് നോക്കിന്ന് പറഞ്ഞാ മതി. वो देख नीतू, पागल किशन खड़ा है वहाँ पे। कितनी सोहनी कुड़ी आ रही है। देखा, अगर आज वो मेरे साथ मस्करी करेगा ना, कसम से मैं वो कुत्ते को जूते से मारूंगी। ओ मेरी चम्मक छल्लो, किथे चलिए? 1 मिनट जरा गल तो सुन ले। आज तो फैसला करके ही जाना है। तेरी माँ बहन को जाकर बोल, फैसला वो करेंगे। ओए, बहुत चर्बी चढ़ी है। छोड़ मुझे, हाथ छोड़। नहीं छोड़ा तो बहुत इंतजार करा है तूने, नहीं छड़ना। ओए आजा मेरे नाल खेते में। छोड़ना साले। सुअर के बच्चे ने मेरे बहन पे हाथ उठाने की जरूरत की? मैं हूं, क्या करेगा तू?
ബേട്ടാ, അയ്യോ എന്റെ മോനിത് എന്തു പറ്റി? കിഷൻ സിംഗിനെ വണ്ടി ഇടിച്ചതാ? വണ്ടി ഇടിച്ചതല്ല, മല്ലു ഇടിച്ചതാ. മനോഹരമായിട്ടുണ്ടല്ലോ. പാവം, ഇന്നത്തെ പണി കിട്ടിയത് ആ കിഷന. അവന്റെ ദേഹത്ത് പഞ്ചറൊട്ടിക്കാൻ പോലും ഒരു പിടി സ്ഥലമില്ല. മിക്കവാറും അവന്റെ ബാൽ ട്യൂബ് വരെ ഊരിയെടുത്തായിരിക്കും. കട പൂട്ടിയാലോ? പിരിഞ്ഞു പോകില്ലേ? കാല് പിരിയില്ലേന്ന്. ഇങ്ങോട്ട് വന്നോളൂ. മസില് പെരുക്കുന്ന പേടിയുണ്ടോ? ആ കാണുന്ന കാണ്ടാമൃഗാണ് നീ അന്വേഷിക്കുന്ന ഹരീന്ദർ സിംഗ്. പഠിക്കാൻ വിട്ടാ പഠിച്ചിട്ട് വരണം, അല്ലാതെ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ നോക്കിയാണ്ടല്ലോ. ഇതുപോലെ കയറി നിരങ്ങും ആങ്ങളമാര്. നന്നാവാൻ വേണ്ടി ഞാനൊന്ന് ഉപദേശിച്ചു എന്ന് കരുതിയാ മതി. കേട്ടല്ലോ, ഇതാണ് മല്ലുവിന്റെ ഉപദേശം. നമ്മുടെ നാട്ടിൽ ഇതിനെ പഞ്ഞിക്കിടുക എന്ന് പറയും. തെണ്ടി അവിടെ നോക്കി നിൽപ്പുണ്ട്. അവന്റെ കടയിലേക്ക് നോക്കി വെല്ലുവിളിച്ചേക്ക്. ഇത്തിരി അഹങ്കാരം കൂടുതല. ആ തെണ്ടി എനിക്കിട്ട് പണിഞ്ഞോന്നൊരു സംശയം. പണിഞ്ഞതാ. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഇനി പഴയ ബന്ധവും പറഞ്ഞ ആരെങ്കിലും എന്റെ പെങ്ങന്മാരുടെ പിന്നാലെ വന്നാൽ നിന്നെ തന്നെ ഉദ്ദേശിച്ചത് ചവിട്ടി നടുവൊടിക്കും ഞാൻ. അളിയനായി പോയി. ഇല്ല മുട്ടുകാലി കയറ്റിയ ഇപ്പൊ മനസ്സിലായില്ലേ നീ ഉദ്ദേശിക്കുന്ന ഹരിവനല്ലാന്ന്? മനസ്സിലായി. ഞാൻ അന്വേഷിക്കുന്ന ഹരി ഇത് തന്നെയാണ്. നീ ഇതെവിടേക്കാ?
വെറുതെ പറ്റിയ ചടുക്ക് പിടിക്കല്ലേ. എന്റെ അളിയനായതുകൊണ്ട് പൊക്കി പറയല്ല, മഹാതണ്ടിയാണ് അവൻ. എനിക്ക് കണ്ടേ പറ്റൂ. അനി വേണ്ട, നിക്ക്. പോട്ടടാ, പോയി അന്തസ്സായിട്ട് മരിച്ചിട്ട് വരട്ടെ. ഹരി, हरी ने हरिंदर सिंह। ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് കൂട്ടി വിളിക്കുന്നത് അഭിമാനം. और तू मुझे बुला सकता है मल्लू सिंह.